ഗായ്സ്, വെൽക്കം ടു ഹെലൻ റിയാക്ട്സ്. മഞ്ഞുമൽ ബോയ്സ് കണ്ടപ്പോൾ എനിക്ക് പറയാൻ പറ്റാതെ പോയ കുറേ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പറയാൻ പോകുന്നത്. മഞ്ഞുമൽ ബോയ്സിന്റെ മേക്കിങ്ങിനെ പറ്റി ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ ഇട്ടതാണ്. എന്നുവെച്ചാൽ മഞ്ഞുമൽ ബോയ്സിന്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ ഇട്ടതാണ്. ഇനി എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് മഞ്ഞുമൽ ബോയ്സ് എത്രമാത്രം കാര്യമായിട്ടാണ് അതിന്റെ ഡയറക്ടറും അതുപോലെ അതിന്റെ ടീമും അപ്രോച്ച് ചെയ്തതെന്നുള്ളതാണ് എനിക്ക് പറയാം. റിവ്യൂവിൽ സ്പോയിലർ ഉണ്ടാവും. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോളൂ. ആദ്യം തന്നെ ഒരു ക്യാരക്ടർ ഇംപ്രഷൻ ഡയറക്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗബിൻ ഒരു കല്യാണ പന്തലില് സദ്യ വിളമ്പുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീനില് ശ്രീനാഥ് ഭാസി, അതായത് സുഭാഷിന്റെ അമ്മയുടെ അടുത്ത് സൗബിൻ ഷാഹിർ സംസാരിക്കുമ്പോൾ സുഭാഷിന്റെ അമ്മ കൂടെ കൂടെ സൗബിൻ ഷാഹിറിനോട് ചോദിക്കുന്നുണ്ട്, നീ നോക്കിക്കോളില്ലേ, നീ വീട്ടിലേക്ക് കൊണ്ടുവരില്ലേന്ന്. അതായത് സുഭാഷ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ സുഭാഷിന്റെ അമ്മ ഏൽപ്പിച്ചിരുന്ന സൗബിൻ ഷാഹിർ അവതരിപ്പിച്ച കുട്ടൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനാണ്. അതായത് കുട്ടനാണ് അവസാനം സുഭാഷിനെ രക്ഷിക്കുന്നത്. ഈ അമ്മയോട് എന്ത് പറയുന്നും കൂടി കുട്ടന്റെ ഒരു വിഷമമുണ്ട്. സ്നേഹത്തിന്റെ പുറത്തും അതുപോലെ അമ്മയോടുള്ള ഒരു ഉത്തരവാദിത്തത്തിന്റെ പുറത്തും ആ രണ്ട് കാര്യങ്ങൾ ഓൾറെഡി സിനിമയിൽ ഫസ്റ്റ് തന്നെ ഇംപ്ലൈ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ ഒരു സാധനം സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ നിന്ന് എത്ര പേർക്ക് അറിയാം? നിങ്ങൾക്ക് ഇത് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. അതായത് അവിടുത്തെ കല്യാണം നടക്കുന്ന പരിപാടിയിൽ റിയൽ മഞ്ഞുമൽ ബോയ്സ്, അതായത് ശരിക്കുള്ള സുഭാഷും ശരിക്കുള്ള കുട്ടേട്ടനും ഒക്കെ നമ്മുടെ സിനിമയിലെ മഞ്ഞുമൽ ബോയ്സിന്റെ കൂടെയാണ് അവർ ആ ഡാൻസ് ഒക്കെ കളിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വടംവലി സീൻ വരും. അവിടെയാണ് അതിൻ്റെ ഒരു രസം. അതായത് എനിക്ക് സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീനുകളിൽ ഒരെണ്ണം അതും കൂടിയാണ്. അതായത് അതിൽ അവർ വടം വലിക്കുന്ന റിയൽ മഞ്ഞുമൽ ബോയ്സും സിനിമയിലുള്ള മഞ്ഞുമൽ ബോയ്സുമാണ്. അതിന്റെ ക്യാരക്ടർ പ്ലേസ്മെന്റും അതിനനുസരിച്ചാണ്. അതായത് ആദ്യം ഇവിടെ ശ്രീനാഥ് ഭാസിയാണ് നിൽക്കുന്നത്, ഓപ്പോസിറ്റ് സൈഡിൽ ആദ്യം നിൽക്കുന്ന റിയൽ സുഭാഷാണ്. പക്ഷെ അതിൽ കുട്ടേട്ടൻ നിൽക്കുന്നുണ്ട്, പക്ഷെ സൗബിൻ ഷാഹിർ നിൽക്കുന്നില്ല. ബാക്കി എല്ലാ ക്യാരക്ടർ പ്ലേസ്മെന്റും കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. മാത്രമല്ല അതിലുള്ള ശരിക്കുള്ള കുട്ടേട്ടൻ ഉണ്ടല്ലോ, ഈ ശരിക്കുള്ള കുട്ടേട്ടനെ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത ഷോട്ട് കാണിക്കുന്ന സൗബിൻ ഷാഹിറിനെയാണ്. അതുപോലെ ശ്രീനാഥ് ഭാസിന് അങ്ങനെ തന്നെയാണ്. ശ്രീനാഥ് ഭാസി നിൽക്കുന്നത് കാണിച്ചിട്ട് ആദ്യം പിന്നെ കാണിക്കുന്നത് സുഭാഷിനെയാണ്. അതായത് വടം വലിക്കുന്നത് റിയൽ മഞ്ഞുമൽ ബോയ്സും നമ്മുടെ സിനിമയിലെ മഞ്ഞുമൽ ബോയ്സും ആണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷോട്ടാണ്. അത് ആ വടം വലിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. അത് എന്ന് വെച്ചാൽ നമ്മൾ റിയൽ ആൾക്കാരും സിനിമയിലുള്ള ക്യാരക്ടേഴ്സ്, ഇത് ആരാണ് റിയൽ ആരാണ് സിനിമയിലുള്ളത് എന്നുള്ളത് അവർക്കെന്നെ സംശയമായി എന്നാണ് അവസാനം സിനിമ റിവ്യൂല് പറയുന്നത്, സിനിമയെ പറ്റി അഭിപ്രായത്തിൽ പറയുന്നത്. അപ്പൊ അവർ രണ്ടുപേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വടം വലിക്കുന്നത്. അപ്പൊ അത് വളരെ നല്ലൊരു എന്ന് വെച്ചാൽ നല്ല രസമുള്ള ഒരു ഷോട്ടായിരുന്നു. പിന്നെ ഞാൻ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 2006 ഒരു അറ്റയർ കൊണ്ടുവരാന്നുള്ളതാണ്. അതായത് ഡ്രസ്സിങ്ങിലാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ ക്യാരക്ടേഴ്സിനും ബെൽ ബോട്ടം പാൻസ് ആണ്. അന്നത്തെ ഭയങ്കര ട്രെൻഡായിരുന്നു. പിന്നെ 2006 അവരുടെ യുവദർശന ക്ലബിന്റെ മുമ്പിൽ ആ ഭാഗത്ത് അവര് ഒരു DYFI മാർച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. അത് 2006 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ CD100 ബൈക്ക് അവിടെ എവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാം. കാലത്ത് ഫോണൊന്നുമില്ല. അപ്പം ₹1 കോയിനിട്ട് വിളിക്കുന്ന ഫോണ് നമ്മൾ അതില് ബാലു വർഗീസിന്റെ ക്യാരക്ടർ വിളിച്ച് സംസാരിക്കുമ്പോൾ ഈ ₹1 കോയിനിട്ട് വിളിക്കുന്ന ഫോൺ കറക്റ്റ് ആയിട്ട് അവിടെ പ്ലേസ് ചെയ്തിട്ട് ബാലു വർഗീസ് വിളിക്കുന്ന മഞ്ഞ കളർ ഫോണിലാണ്. പിന്നെ നമ്മൾ ശ്രീനാഥ് ഭാസി അവരൊക്കെ ആയിട്ട് ക്ലബിലേക്ക് പോകുന്ന ഒരു സമയത്ത് റെഡ് കളർ ഫോണിൽ വേറൊരാൾ ഫോൺ ചെയ്യുന്നതാണ്. അതായത് ആ ഫോണിന്റെ പ്ലേസ്മെന്റ് എല്ലാവരുടെയും ഉണ്ട്. പിന്നെ അതിൽ മറ്റേ സെൽഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അതായത് അന്നത്തെ കാലത്ത് നോക്കിയ സെൽഫോൺ ആണല്ലോ, കീപാഡ് സെൽഫോണുകൾ. അത് നമ്മൾ 2-3 ഇൻസ്റ്റൻസിൽ അത് യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. 90s കിഡ്സിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ₹1 ഇട്ട് വിളിക്കുന്ന ഫോണൊക്കെ കുറെ കണ്ടിട്ടുള്ളതാണ്. കുറെ ഒന്നല്ല, കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ കുറെ കണ്ട ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ നോക്കിയയുടെ ഫോൺ, ഈ ഫോൺ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാമ്പ് ആപ്പിൾ നിന്ന ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഫോണില്ലേ, ആ ഫോൺ ഒത്തിരി തവണ സിനിമയിൽ, ഒത്തിരി അല്ല 2-3 തവണ സിനിമയിൽ യൂസ് ചെയ്ത് ഇരിക്കുന്നത് നമ്മൾക്ക് കാണാം. അതായത് ഈ പറയുന്ന എന്താന്ന് വെച്ചാൽ അത്രയും മാത്രം ഡീറ്റെയിലിംഗ് ആ സിനിമയിൽ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ടീഷർട്ട് ആണെങ്കിലും ബാലു വർഗീസിന്റെ ക്യാരക്ടർ ടൈറ്റാനിക്കിന്റെ ടീഷർട്ടൊക്കെയാണ് കേട്ടോ. അപ്പൊ ടൈറ്റാനിക് ഇറങ്ങിയത് 1997 നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു സിനിമയുടെ കാര്യം എന്റെ ഓർമ്മയിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ 3ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ. 2006 കഴിഞ്ഞ് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴാണ് കിരൺ TVയിൽ ഈ ടൈറ്റാനിക് സിനിമ മലയാളം ഡബിങ്ങിലൊക്കെ വരാൻ തുടങ്ങിയത്. മാത്രമല്ല അതിൽ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റ് സ്ക്വയർ പ്രിന്റിലും കൂടിയായിരുന്നു. അതായത് ഇപ്പോഴത്തെ കാലത്തെ ടീഷർട്ട് പോലെ ഫുൾ പ്രിന്റ്സ് ഇല്ലാതെ അന്ന് കറക്റ്റ് നമ്മൾ കാര്യങ്ങൾ ഒരു സ്ക്വയർ പ്രിന്റിലാണ് കൊടുത്തിരുന്നത്. അതുപോലെ ഒരു സ്ക്വയർ പ്രിന്റിലാണ് ടൈറ്റാനിക്കിൽ ജാക്കും റോസ് ഇരിക്കുന്ന ഒരു
പോസ്റ്റർ ഒട്ടിച്ച് വെച്ച പോലത്തെ ടീഷർട്ട് അന്നത്തെ കാലത്തായിരുന്നു വൈറലായിരുന്നത്. അപ്പോൾ അത് ഈ ബാലു വർഗീസിന്റെ അവസാനം, അതായത് ഗുണ കേവിന്റെ ആ സീൻസിലൊക്കെയുള്ള ടീഷർട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുപോലെ ഗണപതിയുടെ ചെരുപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് 90s കിഡ്സ് ബോയ്സ് യൂസ് ചെയ്യാത്ത ഒരു കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒട്ടിച്ചെടുക്കുന്ന ചെരുപ്പാണ് പുള്ളി ഉപയോഗിച്ചേക്കണത്. അതും ഒരു വലിയൊരു ഡീറ്റെയിലിംഗ് ആണ്. പിന്നെ CD കാസറ്റ്, ഇന്നത്തെ പോലെ പെൺഡ്രൈവ് ഒന്നും വന്നില്ലല്ലോ. അതുകൊണ്ട് കാറിൽ പാട്ട് കയറ്റാൻ ഇപ്പോഴും വെച്ചാൽ കുറേ കാറിൽ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന CD-കളാണ്. അപ്പം അവരും അതുപോലെ ഒരു CD ഷോപ്പിലാണ് പോകുന്നത്. അതും CD-കൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന 50 രൂപയ്ക്കൊക്കെയാണ്. നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് പാട്ട് കേൾക്കാം, നമുക്ക് ഫോണുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് 50 രൂപയ്ക്ക് ഒരു CD വാങ്ങിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ഗുണാക്കേവിലാണല്ലോ ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള, സിനിമയല്ല ഇതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഗുണാക്കേവിൽ ഇവർ പോയത് കമൽഹാസന്റെ കൺമണി ആൻ ബോർഡ് കാതൽ എന്നുള്ള ഒരു ഇതിലാണല്ലോ. അപ്പൊ സിനിമയിലുടനീളം ആ പാട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തായിട്ട് നമുക്ക് കാണാം. അതായത് തുടക്കത്തിലെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഡയലോഗിൽ നിന്നാണ് തുടങ്ങണേ. അത് കഴിഞ്ഞിട്ട് ആളുകളൊക്കെ എഴുതി കാണിക്കുമ്പോൾ ഈ കൺമണി ആൻ ബോർഡ് കാതലിനാണ് നമ്മൾ കേൾക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു CD കടയിൽ പോകുമ്പോൾ കൺമണി ആൻ ബോർഡ് കാതലിന്റെ CD ആണ് വാങ്ങുന്നത്. കാറിൽ ഇടുന്നത് കൺമണി ആൻ ബോർഡ് കാതലിന്റെ സീനാണ്, മീൻസ് ആ പാട്ടാണ്. പിന്നെ അവർ കാറിൽ ഇരുന്ന് ഡയലോഗ് പറയുന്നത് ഈ പാട്ടിലെ ഡയലോഗുകൾ പറയുന്നുണ്ട്. അതുപോലെ ഒരു ഗുണ കേവിലേക്ക് പോകുമ്പോഴും അവർ ഈ പാട്ട് പാടുന്നുണ്ട് ഇടയ്ക്ക് എപ്പോഴോ. അത് മാത്രമല്ല അവർ പൊങ്ങി വരുന്ന, അതായത് സൗബിൻ ഷാഹിറും ശ്രീനാഥ് ബാസിയും KV-ന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ ഈ പാട്ട് കറക്റ്റായിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പം അതിൽ ഈ പാട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാട്ടിന്റെ യൂസേജും കമൽഹാസൻ റെഫറൻസും സിനിമയിലുടനീളം അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. സൗബിൻ ഷാഹിറിന്റെ വാച്ച് ഇങ്ങനെ ഒട്ടിച്ചിട്ട് പറിച്ചിട്ട് പിന്നെ ഒട്ടിക്കുക, അങ്ങനത്തെ ടൈപ്പ് വാച്ച് ഉണ്ടല്ലോ. പഴയ 90s കിഡ്സിനൊക്കെ നല്ല പരിചയമായിരിക്കും. അവരുടെ അച്ഛൻ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ യൂസ് ചെയ്തോ, ചിലപ്പോൾ നിങ്ങൾ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ വാച്ചായിരുന്നു സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത് സൗബിൻ ഷാഹിർ. അതുപോലെ തന്നെ നിങ്ങൾ സിക്സൻ നമ്മുടെ ബാലു വർഗീസ് ആണ്. ബാലു വർഗീസ് ഭയങ്കര ഫ്രീക്കാണ് സിനിമയിൽ. ക്യാരക്ടർ ഫ്രീക്ക് ആണെന്ന് തോന്നുന്നു. പുള്ളി എപ്പോഴും റിയൽ ആയിട്ടുള്ള ആളെപ്പോഴും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കാനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ബാലു വർഗീസ് അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒട്ടിച്ച് വെച്ച് ടൈറ്റാനിക്കിന്റെ ടീഷർട്ട് ഇട്ട് കളർഫുൾ ബാൻഡ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതായത് അന്നത്തെ കാലത്ത് നമ്മൾ ഈ കളർ ബാൻഡ് ഒക്കെ ഇടുന്നത് ഭയങ്കര ബോയ്സിന് അറിയാം, പ്രത്യേകിച്ച് ബോയ്സ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ കാണാറുള്ളതാണ്. 90s കിഡ്സ് ബോയ്സ് അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ആമ്പിള്ളേക്കൊക്കെ അറിയാവുന്ന, അവർക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കളർഫുൾ ആയിട്ടുള്ള ബാൻഡ് ഈ ബാലു വർഗീസിന്റെ ക്യാരക്ടർ ഇട്ടുകൊണ്ട് നടക്കുന്നത് കാണാം. അതുപോലെ പുള്ളി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങിയിരിക്കണം. പുള്ളി ഫ്രീക്കനാണ്. പിന്നെ പുള്ളിക്ക് മറ്റേ ഈ ബ്ലേഡിന്റെ മാലയുണ്ട്, ബ്ലേഡിന്റെ ഷേപ്പിലുള്ള ലോക്കറ്റുള്ള മാല. അതും എൻ്റെ ഓർമ്മയിൽ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും പുള്ളി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചെറിയ കാര്യങ്ങൾ വരെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ചെയ്തൊരു സിനിമ കൂടിയാണ് ഈ പറയുന്ന മഞ്ഞുമൽ ബോയ്സ്. നമ്മൾ സിനിമയുടെ കഥ എന്നുള്ളത് കാണുന്നതിൽ കഥയും അതിൻ്റെ സിനിമയുടെ മേക്കിങ്ങും നമ്മൾ കാണുമ്പോൾ ഇതുപോലെയുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ അവർ ശ്രദ്ധിച്ചത് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീം എത്രമാത്രം അതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും സിനിമയുടെ നെഗറ്റീവ് അല്ല, ഞാൻ നോട്ട് ചെയ്ത 2 കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ നോട്ടീസ് ചെയ്തോന്ന് എനിക്ക് അറിയില്ല. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അവര് കയറ് തീർന്നു പോകുമ്പോൾ ഒന്നോടെയും കയറ് പിന്നെയും കെട്ടുന്നുണ്ടല്ലോ. അപ്പൊ കെട്ടുമ്പോൾ കയറ് സാധാ ഒരു കയറിന്റെ ലെങ്ത് പോലെയല്ല, അത് പിന്നെയും കെട്ടുമ്പോൾ അത് മുറുക്കി 2 നല്ല അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് കെട്ടുന്നത്. അപ്പം ഈ കയറ് ഈ പുള്ളിക്കടെയാണ് ഈ കയറ് കടത്തി വിടുന്നത്. അപ്പൊ ഈ വലിയ ഈ കെട്ടിയ കയറ് എങ്ങനെയാ കടത്തി വിടുന്നതെന്നുള്ള ഒരു സംഭവം നമ്മൾ കാണിച്ചില്ല. അത് കഥയിൽ ചോദ്യമില്ല എന്നാണ്. അതുകൊണ്ട് ആയിരിക്കാം നമ്മളത് ചോദ്യം ചെയ്യില്ലാത്തത് കൊണ്ട് അത് നമ്മളെ ഇത്രയും അടിപൊളി സിനിമയിൽ അത് നെഗറ്റീവ് ഒന്നുമല്ല. പക്ഷെ ഞാനത് നോട്ട് ചെയ്ത കാര്യമാണ്. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത് സൗബിൻ ഷാഹിർ ഗുഹയിലേക്ക് ഗുണ കേവിൽ ശ്രീനാഥ് ബാസിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയപ്പോൾ അവിടെ നിന്ന് കുറേ വവ്വാലുകൾ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഈ വവ്വാലുകൾ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇവിടെ മുകളിൽ ഇത്രയും പേര് ഇത് വലിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, അപ്പോൾ ഇവർ പെട്ടെന്ന് പാനിക്കായിട്ട് അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ വവ്വാല് പറന്നു പോയിട്ട് പിന്നെ അത് പുറത്തേക്കൊന്നും പോകുന്നത് പിന്നെ കാണിച്ചില്ല. ശ്രീനാഥ് ബാസി ഇറങ്ങിയപ്പോൾ ഒത്തിരി വവ്വാല് പറന്നു പോയിട്ട് അത് ഭയങ്കര പാനിക്കായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ സിനിമയിൽ ഉണ്ടാക്കിയെടുത്തതാണ്. പക്ഷെ ഇവിടെ രണ്ടാമത് സൗബിൻ ഷാഹിർ ഇറങ്ങി വവ്വാല് അത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് വവ്വാല് പറഞ്ഞു പോയപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തു എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഇതൊന്നും നെഗറ്റീവ് അല്ല, ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇത് വലിയ കാര്യമൊന്നുമല്ല, സിനിമ മോശമാക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. സിനിമ ഭയങ്കര അടിപൊളി സിനിമയാണ്. സോ ഇത് 2 ഞാൻ നോട്ട് ചെയ്തതാണ്. നിങ്ങളിത് നോട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കമന്റ് ചെയ്യുക. സോ അത്രയാണ് എനിക്ക് മഞ്ഞുമൽ ബോയ്സിന്റെ ഡീറ്റെയിലിങ്ങിനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.